ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ 7th യൂണിറ്റാണ്. ദ വേൾഡ് വി ലിവ് ഇൻ എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. എന്താണ് മക്കൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്? ദ വേൾഡ് വി ലിവ് ഇൻ, നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച്, വേൾഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ലൊക്കാലിറ്റിയിലായിരിക്കും, ഒരു പ്രദേശത്തായിരിക്കും അല്ലേ ജീവിക്കുന്നത്. ആ പ്രദേശം ഒരു പ്രത്യേക ഡിസ്ട്രിക്റ്റിലായിരിക്കും, ജില്ലയിലായിരിക്കും. ആ ഡിസ്ട്രിക്റ്റ് ഒരു പ്രത്യേക സംസ്ഥാനത്തായിരിക്കും, സ്റ്റേറ്റിലായിരിക്കും. നമ്മളുടേത് കേരളം. ഓക്കെ, അത് ഒരു കൺട്രിയിലായിരിക്കും, രാജ്യത്തായിരിക്കും. അതൊരു വൻകരയിലായിരിക്കും, അത് ഭൂമിയിലായിരിക്കും. ഈ ഭൂമി ഒരു ലോകത്താണ്, ആ ലോകം ഒരു പ്രപഞ്ചത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് കൂട്ടി പറഞ്ഞു പോവാം. അപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് 2 കുട്ടികളെ ഇവിടെ കാണാം. അതാരൊക്കെയാണ്? സമതയും സയാനുമാണ് കേട്ടോ. When the teacher entered the class, Samada and Sayan were in a debate. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് സമതയും സയാനും എന്തൊക്കെയോ ഒരു ചർച്ചയിലായിരുന്നു. സയാൻ, ദ എർത്ത് ഈസ് ഫ്ലാറ്റ് ഇൻഡിഡ് ഐ എം ഷുവർ. സയാൻ എന്താ പറയുന്നത്? ഭൂമി ഫ്ലാറ്റാണ്, പരന്നിട്ടാണ് എന്ന് സയാൻ പറഞ്ഞു. സമത എന്ത് പറയുന്നു? നോ ഇറ്റ് ഈസ് ഇൻ സോ. അങ്ങനെയല്ല. ഇഫ് ഇറ്റ് ഈസ് ഫ്ലാറ്റ് ഷുഡൻറ്റ് എർത്ത് ഹാവ് എ ബൗണ്ടറി. അത് പരന്നിട്ടാണെങ്കിൽ നമ്മുടെ ഭൂമിക്ക്, എർത്തിനൊരു ബൗണ്ടറി വേണ്ടേ, ഒരു അതിര് വേണ്ടേ? സയാൻ, ഈസ് ഇൻ ദ സീ ദ എർത്ത്സ് ബൗണ്ടറി. കടലല്ലേ ഭൂമിയുടെ അതിര് എന്ന് സയാൻ ചോദിച്ചു. ദ ടീച്ചർ എൻഗേജ്ഡ് വിത്ത് ദെയർ ഡൗട്ട്സ്. ടീച്ചർ അവരുടെ സംശയത്തിൽ പങ്കുചേർന്നു. ദെൻ വാട്ട് ഇഫ് വി ഗോ ഫർദർ ഫോർവേഡ് ഔട്ട് ടു ദ സീ. അങ്ങനെയെങ്കിൽ നമ്മൾ കടലിനപ്പുറം പോവുകയാണെങ്കിൽ എന്തായിരിക്കും? ഇഫ് വി കണ്ടിന്യൂ അവർ ജേർണി ലൈക്ക് ദാറ്റ്, വേർ വിൽ ഇറ്റ് എൻഡ്. നമ്മുടെ യാത്ര അതുപോലെ നമ്മൾ തുടരുകയാണെങ്കിൽ അത് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുന്നത്? വേർ ഷുഡ് വി ട്രാവൽ അപ് ടു ഇഫ് യു വോണ്ട് ടു സീ ദ ഹോൾ എർത്ത്. നമുക്ക് ഭൂമിയെ മുഴുവനായി കാണണമെങ്കിൽ നമ്മൾ എവിടെ വരെ ചെല്ലേണ്ടി വരും തുടങ്ങിയിട്ടുള്ള ഡൗട്ട്സൊക്കെ അവർ പങ്കുവച്ചു. ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. ഇനി നമുക്ക് എർത്തിൻ്റെ ഷേപ്പിനെ കുറിച്ച് നോക്കാം, ആകൃതിയെക്കുറിച്ച് നോക്കാം. ലുക്ക് അറ്റ് എ പിക്ചർ ഓഫ് ദ എർത്ത് ടേക്കൺ ഫ്രം ദ സ്പേസ്. സ്പേസിൽ നിന്നും, അതായത് എർത്തിന് പുറത്തുള്ള അറ്റ്മോസ്ഫിയർ ആണ് സ്പേസ്, അവിടെ നിന്നും എടുത്ത എർത്തിൻ്റെ ഒരു പിക്ചർ നോക്കൂ. ഇൻ ദിസ് പിക്ചർ, ഇൻ വിച്ച് ഷേപ്പ് ഡു യു സീ ദ എർത്ത്. നമുക്ക് ഈ ചിത്രത്തിൽ എർത്തിനെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പിലാണല്ലേ കാണാൻ പറ്റുന്നത്. Can we recognize the shape of the earth by seeing only a small part of it? ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രം കണ്ടതുകൊണ്ട് നമുക്ക് എർത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് ശരിക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ കാണുന്നത് ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്, അതുകൊണ്ടാണ് നമുക്കതിനെ പരന്നതായിട്ട് തോന്നുന്നത്. പക്ഷെ ഔട്ട്സൈഡ് ഓഫ് ദ എർത്ത് എടുത്ത പിക്ചർ കണ്ടില്ലേ നിങ്ങൾ? ഭൂമിക്ക് പുറത്ത് നിന്നെടുത്ത പിക്ചർ ഭൂമിയെ മുകളിൽ നിന്ന് എടുത്തപ്പോൾ അത് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലാണ്, ഒരു ഗോളാകൃതിയിലാണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഈ കാര്യം നമുക്ക് സിമ്പിളായിട്ട് ഒരു ചെറിയ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിക്കാം. നോക്കിക്കേ. ടേക്ക് എ പ്ലാസ്റ്റിക് ബോൾ ആൻഡ് മാർക്ക് സ്ക്വയർ ഓൺ ഇറ്റ്. ഒരു പ്ലാസ്റ്റിക് ബോൾ എടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ചെറിയ സ്ക്വയർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പീസ് കട്ട് ഔട്ട് ചെയ്യുക, അതിൽ നിന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ആ കട്ട് ചെയ്ത ആ പീസ് ഏത് റൗണ്ടിലാണ്, ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഫ്ലാറ്റ് ആയിട്ടാണ് അല്ലേ. അതായത് ഇഫ് ദ ബോൾ ഈസ് ദ എർത്ത്, ഈ ബോൾ, നമ്മൾ എടുത്ത ഈ ബോൾ എർത്തും ആൻഡ് ദ സ്ക്വയർ ഈസ് അവർ ലൊക്കാലിറ്റി, നമ്മൾ കട്ട് ചെയ്ത ആ സ്ക്വയർ നമ്മളുടെ പ്രദേശവുമാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പ് അല്ല, മറിച്ച് ഫ്ലാറ്റ് ഷേപ്പ് ആണെന്ന് മനസ്സിലായില്ലേ? സോ ക്യാൻ യു സേ ദ റീസൺ വൈ വി ഡോണ്ട് എക്സ്പീരിയൻസ് ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത്? അപ്പോൾ ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന് റീസൺ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. എന്താണ്? വി സീ ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ദ ബിഗ് എർത്ത്. വലിയ ഭൂമിയുടെ ഏറ്റവും ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾക്ക് കാണുന്നത്, അതുകൊണ്ടാണ് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. റൗണ്ട് ഷേപ്ഡ് ഒബ്ജക്ട്സ് ആർ കോൾഡ് സ്ഫിയേഴ്സ്. അപ്പോൾ സ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സ്ഫിയർ എന്ന് പറയാം. സം സെയിലേഴ്സ് ഹാഡ് ലോങ് എഗോ റിയലൈസ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് റൗണ്ട്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കപ്പലിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്ത് മനസ്സിലായിരുന്നു? ഭൂമി ഉരുണ്ടിട്ടാണെന്ന് മനസ്സിലായിരുന്നു. ഫെർഡിനാൻഡ് മഗല്ലൻ വാസ് ദ ഫസ്റ്റ് എമംഗ് ദം. അതിലെ ആദ്യത്തെ ആളായിരുന്നു ആര്? ഫെർഡിനാൻഡ് മഗല്ലൻ എന്ന് പറയുന്നത്. മഗല്ലൻ ആൻഡ് ഹിസ് കൊളീഗ്സ് സെറ്റ് ഓഫ് ഓൺ എ വോയേജ് ഓൺ എ സെയിൽ ബോട്ട്. മഗല്ലനും അവൻ്റെ കൂട്ടുകാരും കൂടെ ഒരു സെയിൽ ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. ദേ ട്രാവൽഡ് ത്രൂ ഔട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവർ ഒരേ ദിശയിൽ തന്നെയാണ് പോയത്. ദ വോയേജ് വാസ് വെരി സ്ലോ. പതുക്കെ ആയിരുന്നു അവരുടെ യാത്ര.
After some years, the sailboat ended up at the same place where it സ്റ്റാർട്ടഡ് ദ വോയേജ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ എന്താണ്, ഹൗ കുഡ് ദിസ് ഹാപ്പൺ? എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അവർ ദിശ മാറാതെ ഒരേ ദിശയിൽ ഇങ്ങനെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തി. കാരണം ഭൂമി ഉരുണ്ടിട്ടാണ്, അതുകൊണ്ടാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. മോഡൽ ഓഫ് ദ എർത്ത്. ഇഫ് യു മേക്ക് എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്, വാട്ട് വിൽ ഇറ്റ് ബി ലൈക്ക്? നമ്മൾ എർത്തിൻ്റെ ഒരു ചെറിയ മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതാ ഇതുപോലെ സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും. ഭൂമിയുടെ എർത്ത് ചെറിയൊരു ഡിഗ്രിയിൽ ചരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ട് ആണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനും ഒരു ചെറിയ ചരിവുണ്ട്. അപ്പോൾ ഈ എർത്തിൻ്റെ മോഡലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലോബ് എന്നാണ് കേട്ടോ ഫ്രണ്ട്സ്. ഐ ആം എ ഗ്ലോബ്, ഞാൻ ഗ്ലോബാണ്. ഐ ആം എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്. പ്ലീസ് യൂസ് മീ ടു സ്റ്റഡി അബൌട്ട് ദ എർത്ത്. എർത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എർത്തിൻ്റെ മോഡലാണ് ഗ്ലോബ്. വിച്ച് കളർ ഡു യു സീ ദ മോസ്റ്റ് ഓൺ ദ ഗ്ലോബ്? ഗ്ലോബിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന കളർ ഏതാണ്? ബ്ലൂ ആണ് അല്ലേ? വാട്ട് ഡസ് ദിസ് റെപ്രസെൻറ്റ്? ഈ ബ്ലൂ കളർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ് ദ സീ ഏരിയ, കടൽ ഭാഗത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ദ പാർട്സ് ഇൻ അതർ കളേഴ്സ്? മറ്റ് കളറുകളിൽ കാണുന്ന ഭാഗങ്ങൾ ഏതാണ്? ലാൻഡ് ഏരിയയാണ്, അതായത് കരഭാഗങ്ങളാണ്. ഇസ് ദ ലാൻഡ് ഏരിയ ഓർ ദ സീ ഏരിയ ലാർജർ ഇൻ സൈസ്? കരഭാഗമാണോ കടൽ ഭാഗമാണോ കൂടുതൽ ഏരിയയിലുള്ളത്? സീ ഏരിയ ആണല്ലേ, കൂടുതലുള്ള ബ്ലൂ കളറാണ്, അതായത് സീ ഏരിയയാണ് ഒരുപാട് കാണുന്നത്. ദ പാർട്ട് ഇല്ലസ്ട്രേറ്റഡ് ഓൺ ദ ഗ്ലോബ് ഇൻ ബ്ലൂ കളർ ഇസ് ദ സീ. ഗ്ലോബിൽ കാണുന്ന നീല കളറിലുള്ള ഭാഗം, ബ്ലൂ കളറിലുള്ള ഭാഗം എന്താണ്? സീ ആണ്. ദ ലാൻഡ് പാർട്സ് ആർ ഇല്ലസ്ട്രേറ്റഡ് ഇൻ അതർ കളേഴ്സ്. കരഭാഗങ്ങളെല്ലാം മറ്റു കളറുകളാണ് കൊടുത്തിട്ടുള്ളത്. ദ സീ ഏരിയ ഇസ് മോർ ദാൻ ട്വൈസ് ദ സൈസ് ഓഫ് ദ ലാൻഡ് ഏരിയ. ലാൻഡ് ഏരിയയിലേക്കിടെ ഏകദേശം കരഭാഗത്തിൻ്റെ 2 മടങ്ങോളം എന്താണ്? കടൽ ഭാഗമാണ് ഉള്ളത്. അതായത് നമ്മുടെ ഭൂമിയിൽ കരഭാഗങ്ങളെക്കാട്ടിലും കൂടുതൽ എന്താണ്? കടലാണുള്ളത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സ്കൈ. ഹാവ് യു ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ? നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? വാട്ട് ആർ ദ സൈറ്റ്സ് ഇൻ ദ സ്കൈ? ആകാശത്ത് കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? സൺ, മൂൺ, സ്റ്റാർ, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ നിങ്ങൾക്ക് ആകാശത്ത് കാണാം അല്ലേ? വേർ ഓൾ ഡു യു സീ ദ സ്കൈ? നിങ്ങൾ ആകാശത്ത് എവിടെയൊക്കെ കാണുന്നുണ്ട്? എവ്രിവെയർ, എല്ലായിടത്തും നമുക്ക് ആകാശം കാണാം അല്ലേ? ഡു യു സീ ദ സ്കൈ ഓൺലി അബവ് യുവർ ഹെഡ്? നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ മാത്രമാണോ നിങ്ങൾക്ക് ആകാശത്തെ കാണുന്നത്? ഗോ ടു ദ മിഡിൽ ഓഫ് ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഒബ്സർവ് ദ സ്കൈ. നിങ്ങളുടെ പ്ലേ ഗ്രൗണ്ടിൻ്റെ നടുവിൽ ചെന്നിട്ട് ജസ്റ്റ് നോക്കുക, ആകാശം നിങ്ങൾക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ണെത്താ ദൂരത്തോളം നിങ്ങൾക്ക് ആകാശം കാണാനായിട്ട് പറ്റും. നമ്മളുടെ തലഭാഗത്ത് മാത്രമല്ല ഉള്ളത്. ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ദ എർത്ത് ആൻഡ് ദ സ്കൈ. എർത്തിൻ്റെയും അതുപോലെ സ്കൈയുടെയും ഒരു ഇല്ലസ്ട്രേഷൻ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. കണ്ടോ മക്കളെ? ഇൻ വിച്ച് പാർട്സ് ഓഫ് ദ എർത്ത് ഡു യു സീ ദ സ്കൈ? നിങ്ങൾ ആകാശം ഭൂമിയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്? ഭൂമിക്ക് ചുറ്റും അറൗണ്ട് ദ എർത്ത് അല്ലേ ആകാശം കാണുന്നുണ്ട്. അപ്പം ആകാശത്തിൻ്റെ നടുക്ക് കിടന്നാണ് ഭൂമി ഇങ്ങനെ തിരിയുന്നത്. അപ്പം അറൗണ്ട് ദ എർത്ത് നമുക്ക് സ്കൈ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദർ ആർ അതർ സ്ഫിയേഴ്സ് ഇൻ ദ സ്കൈ അതർ ദാൻ ദ എർത്ത്. ആറിൻ്റെ എർത്ത് കൂടാതെ വേറെയും കുറച്ച് സ്ഫിയേഴ്സ് നമ്മുടെ ആകാശത്തുണ്ടല്ലോ. അതേതൊക്കെയാണ്? എർത്ത് ഉണ്ട്, മൂണുണ്ട്, സണ്ണുണ്ട്, പിന്നെ അതുപോലെ മാർസ്, ജൂപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ റൗണ്ട്സ് അല്ലെങ്കിൽ സ്ഫിയേഴ്സ് നമുക്ക് ആകാശത്ത് കാണാം. വെർ ആർ ദ സ്റ്റാർ ഡ്യൂറിങ് ദ ഡേ? പകൽ ദിവസങ്ങളിൽ, പകലുള്ള സമയങ്ങളിലൊക്കെ നമ്മളുടെ സ്റ്റാർസ്, നക്ഷത്രങ്ങൾ എവിടെയാണ്? ടീച്ചർ, വൈ കാൻ വി സീ ദ സ്റ്റാർസ് ഡ്യൂറിങ് ദ ഡേ? ടീച്ചറോട് കുട്ടി സംശയം ചോദിക്കുകയാണ്, നമുക്ക് എന്തുകൊണ്ടാണ് പകൽ നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്തത് എന്ന്. അപ്പം ടീച്ചർ പറഞ്ഞു, നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്ന്. എന്താണ് എക്സ്പെരിമെൻറ്റ്? ഇല്യൂമിനേറ്റ് എ സ്മോൾ വൈറ്റ് ലെഡി ഇൻ ആൻ ഓപ്പൺ ഏരിയ. നിങ്ങളുടെ ഒരു തുറന്നൊരു സ്ഥലത്ത് വെച്ചിട്ട്, അതായത് മുറിയൊന്നും അടക്കാത്ത ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വൈറ്റ് LED ബൾബ് പ്രകാശിപ്പിക്കുക. ഒബ്സർവ് ദ ലൈറ്റ്. ലൈറ്റിൻ്റെ പ്രകാശം നോക്കുക. ഡു ദ സെയിം ആക്ടിവിറ്റി ഇൻ എ ക്ലോസ്ഡ് ഡാർക്ക് റൂം. ഇതേ സെയിം ആക്ടിവിറ്റി തന്നെ ഒരു ഇരുട്ടായ മുറിയിൽ വെച്ച് ചെയ്യുക. അതായത് ഇരുട്ടുള്ള റൂമിൽ LED പ്രകാശിപ്പിച്ച് നോക്കുക. ഒബ്സർവ് ദ ഡിഫറൻസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ഓപ്പൺ ഏരിയയിലും അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡാർക്ക് റൂമിലും നിങ്ങൾ LED പ്രകാശിപ്പിക്കുമ്പോഴുള്ള ഒബ്സർവിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? വി കാൺ സീ ദ ലൈറ്റ് ഓഫ് ദ LED ബൾബ് ഇൻ എ ബ്രൈറ്റ് പ്ലേസ്. നമുക്ക് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് LED ബൾബിൻ്റെ പ്രകാശം ശരിക്കും കാണാനായിട്ട് പറ്റില്ല അല്ലേ? ബട്ട് വി ക്യാൻ സീ ദാറ്റ് ദ LED ഷൈൻസ് വെൽ ഇൻ ദ ഡാർക്ക്. പക്ഷേ ഇരുട്ടുള്ള റൂമിൽ LED നന്നായിട്ട് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. Isn't it hard to see the LED shining in the open area? Yes. What could be the reason for this? ഇതിനുള്ള റീസൺ എന്തായിരിക്കും?
വി കനോട്ട് സീ ദ ലൈറ്റ് ബിക്കോസ് ഓഫ് ദ ബ്രൈറ്റ് ലൈറ്റ് ഓഫ് ദ സൺ. കാരണം എന്താണ്? സൂര്യന് ഓൾറെഡി നല്ല വെളിച്ചമുണ്ട് അല്ലേ? പകല് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ സൂര്യൻ്റെ വെളിച്ചം ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ ആ വെളിച്ചത്തിൽ നമുക്ക് LED വെളിച്ചം വേറെയായിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഡാർക്ക് റൂമിൽ സൂര്യപ്രകാശമില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ LED വെളിച്ചം നന്നായിട്ട് കിട്ടുന്നുണ്ട്. We cannot see the stars during the day because of the light of the sun. സൂര്യൻ്റെ പ്രകാശം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്റ്റാർസിനെ പകല് കാണാനായിട്ട് സാധിക്കാത്തത് എന്നതാണ് ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ നിഗമനം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ദ സൺ ഈസ് ഓൾസോ എ സ്റ്റാർ. സൺ എന്ന് പറയുന്നതും ഒരു സ്റ്റാർ ആണ്. ഇറ്റ് ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. എർത്തിനോട് ഏറ്റവും അടുത്ത് കാണുന്ന സ്റ്റാർ ആണ് സൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യൻ്റെ പ്രകാശം കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളോട് അടുത്തായതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ലൈറ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. Now let's observe the moon. ഇനി നമുക്ക് മൂണിനെ ഒബ്സർവ് ചെയ്യാം. The moon, which is the celestial sphere closest to the earth, cannot shine by itself. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? എർത്തിനോട് ഏറ്റവും അടുത്ത് കാണുന്ന ഒരു സെലേഷ്യൽ സ്ഫിയർ ആണ്, ആകാശഗോളമാണ് മൂൺ എന്ന് പറയുന്നത്. The moon cannot shine itself. ഇമ്പോർട്ടൻ്റ് ആണ്. മൂണിന് ഒരിക്കലും സ്വന്തമായിട്ട് പ്രകാശിക്കാനായിട്ട് കഴിയുന്നില്ല. The moon reflects the sun's light falling on it. പിന്നെ എങ്ങനെയാണ് നമുക്ക് മൂണിൽ വെളിച്ചം കാണുന്നത്? സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് മൂണ് പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ദിസ് ഈസ് ദ റീസൺ ഫോർ ദ മൂൺസ് ഗ്ലോ ആൻഡ് ദ മൂൺ ലൈറ്റ് അറ്റ് നൈറ്റ്. അതുകൊണ്ടാണ് നമുക്ക് രാത്രി കാലങ്ങളിൽ ചന്ദ്രന് മൂണിന് ലൈറ്റ് ഉള്ളതായിട്ട് തോന്നുന്നത്. സോ ഈസ് ദ സൺ ഇറ്റ്സെൽഫ് ദാറ്റ് ഗിവ്സ് ദ ലൈറ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് വെളിച്ചം തരുന്നത് എന്താണ്? സണ്ണ് തന്നെയാണ്. പക്ഷെ സണ്ണിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? സണ്ണ് നമ്മുടെ ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. ഹൗ ബിഗ് ഈസ് ദ സൺ? ഇനി സൺ എത്ര വലുതാണ് നമുക്ക് നോക്കാം. ഇമാജിൻ ദാറ്റ് ദ സൺ ഈസ് എ ബോൾ ഓഫ് ദ സൈസ് ഓഫ് യുവർ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ് റൂമിൻ്റെ അത്ര വലുപ്പം ഉണ്ട് ഒരു സണ്ണെന്ന് വിചാരിക്കുക. ദെൻ ദ എർത്ത് വിൽ ബി ആസ് സ്മോൾ ആസ് എ ബീഡ്. അങ്ങനെയെങ്കിൽ ക്ലാസ് റൂമിൽ നമ്മൾ ഇടുന്ന ഒരു മുത്തിൻ്റെ അത്ര വലുപ്പമേ നമ്മളുടെ എർത്ത് ഉള്ളൂ. ദ മൂൺ വിൽ ബി ആസ് സ്മോൾ ആസ് എ മസ്റ്റാർഡ് സീഡ്. ഒരു കടുകുമണിയുടെ അത്ര മാത്രമേ വലുപ്പമുള്ള മൂണ്. അപ്പം എത്ര മാത്രമാണ് സണ്ണിൻ്റെ വലുപ്പമെന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. But if we look at the setting sun and the full moon, they will appear to be same size. Why is this so? പക്ഷെ നമ്മൾ അസ്തമിക്കാനായിട്ടുള്ള സൂര്യൻ്റെ വലുപ്പവും അതുപോലെ മൂണിൻ്റെ വലുപ്പവും നോക്കുമ്പോൾ ഏകദേശം രണ്ടും സെയിം സൈസാണ് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്? ബിക്കോസ് ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ദ സൈസ് അപ്പിയർ സ്മോൾ. ആ സമയമാകുമ്പോഴേക്കും സണ്ണ് നമ്മളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും, അകലെയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും സൈസ് കുറയും. അതുകൊണ്ടാണ് സണ്ണിൻ്റെ വലുപ്പം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത്. പ്ലേസ് എ ഫുട്ബോൾ ഓൺ ടോപ്പ് ഓഫ് ദ ടേബിൾ ആൻഡ് ഒബ്സർവ് ദ സൈസ്. നിങ്ങളുടെ ക്ലാസ് റൂമിലെ ടേബിളിൽ വെച്ചിട്ടൊരു ഫുട്ബോൾ വെക്കുക, എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് നോക്കുക. ലേറ്റർ പ്ലേസ് ദ സെയിം ഫുട്ബോൾ ആസ് ഫാർ അവേ ഇൻ ദ സ്കൂൾ കോർട്ട്യാർഡ് ആസ് പോസിബിൾ ആൻഡ് ഒബ്സർവ് ദ സൈസ് ഫ്രം എ ലോങ് ഡിസ്റ്റൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കൂൾ മൈതാനത്തിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഈ ഫുട്ബോൾ വെച്ചിട്ട് നിങ്ങൾ ദൂരെ നിന്ന് അതിൻ്റെ സൈസ് നോക്കുക. So doesn't the same football appear large at first and small later? അപ്പോൾ നമുക്ക് ടേബിളിൽ വെച്ച ഫുട്ബോളിൻ്റെ വലുപ്പത്തിൻ്റെ അത്ര വലുപ്പം തോന്നുമോ? ഇല്ല അല്ലേ? കാരണം എന്താണ്? ഡിസ്റ്റൻസ് കൂടുമ്പോൾ സൈസ് കുറയുന്നതായിട്ട് നമുക്ക് തോന്നും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് സണ്ണിൻ്റെ വലുപ്പം നമുക്ക് ഈവനിങ് ടൈം ആകുമ്പോൾ അത്ര കുറച്ചായിട്ട് തോന്നുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഇതിനുള്ള റീസൺ എന്തായിരിക്കും? അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഡിസ്റ്റൻസ് കൂടുമ്പോൾ സൈസ് കുറയും. ദ സൺ ഈസ് വെരി ഫാർ എവേ ഫ്രം ദ എർത്ത്. സൺ എന്ന് പറയുന്നത് എർത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ബട്ട് ഹൗ അബൌട്ട് ദ മൂൺ? മൂൺ എങ്ങനെയാണ്? മൂൺ ഈസ് നിയർ ടു എർത്ത്. എർത്തിനോട് ഏറ്റവും അടുത്താണ് മൂണുള്ളത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് നിയറർ ടു ദ എർത്ത് കമ്പയർഡ് ടു ദ സൺ. സണ്ണിനെ അപേക്ഷിച്ച് എർത്തിനോട് അടുത്താണ് എന്തുള്ളത്? മൂണുള്ളത്. ഡേ ആൻഡ് നൈറ്റ്. ഇനി പകലും രാത്രിയും ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സമത ആൻഡ് ഹെർ ഫാദർ ഇൻ അമേരിക്ക. സമതയും അമേരിക്കയിലുള്ള അവളുടെ ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് അവിടെ താഴെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഓക്കെ ദെൻ ഫാദർ, ഐ ഫീൽ സ്ലീപ്പി, ഗുഡ് നൈറ്റ്. അപ്പം എന്ത് പറയുന്നു? അച്ഛാ ശരി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഗുഡ് നൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ രാത്രിയാണല്ലേ? അപ്പം അച്ഛൻ പറയുന്നു, ഓക്കെ ഡിയർ, ഐ ജസ്റ്റ് റീച്ച് ദ ഓഫീസ് ഇൻ ദ മോർണിംഗ്. ഞാൻ ഓഫീസിൽ രാവിലെ എത്തിയതേ ഉള്ളൂ എന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ രാത്രിയാകുമ്പോൾ അമേരിക്കയിൽ എന്താ മക്കളെ? പകലാണ്. നമ്മളിവിടെ പകലാകുമ്പോൾ അമേരിക്കയിൽ രാത്രിയുമാണ്. അതെന്താ അങ്ങനെ? നമുക്ക് നോക്കാം.
ലെറ്റ്സ് എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ക്ലോസ് ദ ഡോർ ആൻഡ് ദ വിൻഡോസ് ഓഫ് യുവർ ക്ലാസ് റൂം. ക്ലാസ് റൂമിൻ്റെ ജനലും വാതിലൊക്കെ നല്ലതുപോലെ അടയ്ക്കുക. നൗ ഇറ്റ് ഈസ് ഡാർക്ക് ഇൻസൈഡ് ദ റൂം. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്ത് ഇരുട്ടായില്ലേ. വി ക്യാൻ യൂസ് ആൻ എമർജൻസി ലാമ്പ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റിനായിട്ട് ഒരു എമർജൻസി ലാമ്പ് എടുക്കുക. ഇമാജിൻ ദിസ് ലാമ്പ് ആസ് ദ സൺ. ഈ ലാമ്പാണ് സൺ എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നൗ ഇലുമിനേറ്റ് ദ എമർജൻസി ലാമ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈറ്റ് ഫോൾസ് ഓൺ ദ സൈഡ് ഓഫ് ദ ഗ്ലോബ് വിത്ത് അമേരിക്ക. എന്നിട്ട് ഗ്ലോബിൽ അമേരിക്ക വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഈ എമർജൻസിയിൽ നിന്നുള്ള വെളിച്ചം അടിച്ചു കൊടുക്കുക. ഡസ് ദ ലൈറ്റ് ഫോൾ ഓൺ ദ സൈഡ് വിത്ത് ഇന്ത്യ ഓൺ ഇറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് അടിക്കുന്ന വെളിച്ചം ഇന്ത്യയിൽ കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടില്ല. കാരണം എന്താണ് മക്കളെ, ഗ്ലോബിൻ്റെ അമേരിക്കയുടെ പൊസിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇന്ത്യ വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് അമേരിക്ക വരുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് വെളിച്ചം അടിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വെളിച്ചം കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പകലാവുമ്പോൾ അവിടെ രാത്രിയാവുന്നതെന്ന് മനസ്സിലായോ മക്കൾക്ക്? ഇവിടെ പകലെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സൂര്യനെ കാണുന്നുണ്ട്, സണ്ണിനെ കാണുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത്, അതായത് ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് സൺ ഉണ്ടാവില്ല. Now keep the globe on the table and turn it slowly in anti-clockwise direction and bring the side with India towards the light. What happens now? ഇനി ഇന്ത്യ വരുന്ന ഭാഗത്ത് ലൈറ്റ് തട്ടിക്കുമ്പോൾ എന്താണ്, ഇന്ത്യ വരുന്ന ഭാഗത്ത് ലൈറ്റ് തട്ടിക്കുമ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് ലൈറ്റ് ഉണ്ടായിരിക്കില്ല അല്ലേ. Now does the light fall on the same side that it fell at first? നോ. നമുക്ക് ആദ്യം ലൈറ്റ് കിട്ടിയ ഭാഗത്ത് തന്നെയാണോ ഇപ്പോൾ ലൈറ്റ് കിട്ടുന്നത്? അല്ലേ. ടേൺ ദ ഗ്ലോബ് ഇൻ ദ സെയിം വേ. ഇനി വീണ്ടും നമ്മൾ ഗ്ലോബ് തിരിച്ചു നോക്കുക. ഈ എക്സ്പെരിമെൻ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. റൈറ്റ് ഡൗൺ ഹൗ ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ഓൺ ദ എർത്ത്. അപ്പോൾ എർത്തിൽ പകലും രാവും എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ഇനി നിങ്ങൾക്ക് എഴുതി നോക്കാൻ പറ്റുമോ? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് സൺലൈറ്റ് ഈസ് റിസീവ്ഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഭൂമി കറങ്ങുന്നത് കൊണ്ട് ഭൂമിയുടെ പല ഭാഗങ്ങളിലും പല സമയങ്ങളിലാണ് സൺലൈറ്റ് കിട്ടുന്നത്. വേർ ദ സൺ ഷൈൻസ് ഇറ്റ് വിൽ ബി ഡേ ആൻഡ് വേർ ഇറ്റ് ഡസ് നോട്ട് ഷൈൻ ഇറ്റ് വിൽ ബി ഡാർക്ക്. സണ്ണ് ഷൈൻ ചെയ്യുന്ന ഭാഗത്ത്, സൂര്യനെ കാണാൻ പറ്റുന്ന ഭാഗത്ത് ഡേയും പകലും, സൂര്യനില്ലാത്ത ഭാഗത്ത് നൈറ്റും ആയിരിക്കും. ഇപ്പം നമ്മൾ ഏർത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഏർത്തിലെ ചെറിയൊരു ഭാഗമാണെന്ത്, നമ്മളുടെ കൺട്രി ആയിട്ടുള്ള ഇന്ത്യ. ഓക്കെ ടീച്ചർ, വൈ ആർ ദിസ് സോ മെനി കളേഴ്സ് ഓൺ ദ ലാൻഡ് ഏരിയ ഓഫ് ദ ഗ്ലോബ്? സയാൻ ആസ്ക്ഡ്. ടീച്ചറെ, കരഭാഗങ്ങളിലൊക്കെ എന്താ പല പല കളറുകൾ എന്ന് സയാൻ ടീച്ചറോട് ചോദിച്ചു. ഈച്ച് കളർ റെപ്രസെൻറ്റ്സ് എ കൺട്രി. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്, ഇതിലെ ഓരോ കളറുകളും ഓരോ കൺട്രിയെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വിവിധ കൺട്രികളാണ്, വ്യത്യസ്ത രാജ്യങ്ങളാണ്. നൗ വെർ ഈസ് അവർ കൺട്രി ഇൻ ദിസ്? ഈ ഗ്ലോബിൽ നമ്മളുടെ കൺട്രി എവിടെയാണ്? ഇവിടെയാണ്, ഈ പിങ്ക് കളറിലുള്ളതാണ് ഇന്ത്യ. The teacher showed the children the location of India. You may also find the location of India on the globe. നിങ്ങളും ഗ്ലോബിൽ നമ്മളുടെ കൺട്രിയെ, നമ്മളുടെ ഇന്ത്യയെ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കണേ. If we copy and draw the border line of India on a paper, it will be look like this. ഇന്ത്യയുടെ ബോർഡറാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതാ നോക്കിക്കേ, ഏകദേശം ഈ രൂപത്തിലാണ്, ഈ ഷേപ്പിലാണ് ഇന്ത്യ ഉള്ളത്. സച്ച് പിക്ചേഴ്സ് ആർ കോൾഡ് മാപ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡർ ഇമേജിൻ ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, മാപ്പ് എന്ന് പറയുക. അപ്പോൾ ഇന്ത്യയുടെ ഒരു ചെറിയ മാപ്പിൻ്റെ രൂപരേഖയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നാഷണൽ ഫ്ലാഗ്. ഇനി നമുക്ക് നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് നോക്കാം അല്ലേ. നാഷണൽ ഫ്ലാഗിൻ്റെ പിക്ചർ കണ്ടോ മക്കളെ? യു ഹാവ് സീൻ അവർ നാഷണൽ ഫ്ലാഗ്, ഹാവൻറ്റ് യു? നിങ്ങൾ നമ്മുടെ നാഷണൽ ഫ്ലാഗ് കണ്ടിട്ടില്ലേ? The Indian national flag has saffron color on top, white in the middle and green at the bottom. അപ്പോൾ നമ്മുടെ നാഷണൽ ഫ്ലാഗിൻ്റെ ഏറ്റവും ടോപ്പിലെ കളർ എന്താണ്? സാഫ്രോൺ ആണ്, അതായത് കുങ്കുമ കളറാണ്. നടുവിലായിട്ട് വെള്ള, പിന്നെ താഴെയായിട്ട് ഗ്രീന് അല്ലേ. ഇറ്റ് ഹാസ് ദ അശോക ചക്ര വിത്ത് 24 spokes of blue color in the middle. മിഡിലായിട്ട് എന്തുണ്ട്? 24 സ്പോക്കിൾസിൽ എന്തുണ്ട് മക്കളെ? അശോക് ചക്ര ഉണ്ട് അല്ലേ. അപ്പോൾ 24 ലൈൻസ് ആണ് എന്ത് അശോക ചക്രയ്ക്ക് ഉള്ളത്. മേക്ക് എ നാഷണൽ ഫ്ലാഗ് ഹാവിംഗ് ദ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ലെറ്റ് us ലേൺ സം അതർ സിംബൽസ് ഓഫ് അവർ കൺട്രി. ഇനി നിങ്ങൾ ഇതുപോലെ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? നാഷണൽ ഫ്ലാഗ് ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് ചെയ്യണം. നമുക്ക് നമ്മുടെ നാഷണൽ സിംബൽസിനെ കുറിച്ചും കൂടെ നോക്കാം. നമുക്ക് ഒരുപാട് നാഷണൽ സിംബൽസ് ഉണ്ടല്ലോ മക്കളെ. നോക്കിക്കുക, നാഷണൽ ഫ്ലവർ ലോട്ടസ് ആണ്, നാഷണൽ ആനിമൽ ടൈഗർ ആണ്, നാഷണൽ ബേർഡ് പീകോക്ക് ആണ്, നാഷണൽ ട്രീ ബനിയൻ ട്രീ ആണ്, നാഷണൽ എംബ്ലം ലയൺ ക്യാപിറ്റൽ ഓഫ് അശോകയാണ് അല്ലേ. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം കേട്ടോ. അവർ സ്റ്റേറ്റ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ കൺട്രി ഇന്ത്യയെ കുറിച്ച് നോക്കി. നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്? കേരളയാണ് അല്ലേ. ഇന്ത്യ ഇസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഇന്ത്യയെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ദീസ് സ്റ്റേറ്റ്സ് ഡിഫർ ഇൻ ദെയർ ലാംഗ്വേജ്, ക്ലോത്തിങ് ആൻഡ് വേസ് ഓഫ് ലിവിങ്. ഈ ഓരോ സ്റ്റേറ്റും അതിൻ്റെ ഭാഷയിലും അതുപോലെ വസ്ത്രധാരണയിലും ജീവിത രീതിയിലും എല്ലാം വ്യത്യാസം പെട്ടിട്ടുണ്ട്. വിച്ച് ഇസ് അവർ സ്റ്റേറ്റ്? നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്? കേരളയാണ്. ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് കേരളം ഇൻ ദ മാപ്പ് ഓഫ് ഇന്ത്യ ഗിവൺ ഹിയർ. ദാ നോക്കിക്കേ, കേരള ഇവിടെയായിട്ടാണല്ലേ വരുന്നത്. ഇനി കേരളം വാസ് ഫോംഡ് ആസ് ദ ലാൻഡ് ഓഫ് പീപ്പിൾ ഹു മെയിൻലി സ്പീക്ക് മലയാളം. പ്രധാനമായും മലയാള ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ് ആണ് എന്ത്? കേരള എന്നുള്ളത്. വെൻ ഇസ് കേരള ഫോർമേഷൻ ഡേ? കേരള പിറവി എന്നാണ് മക്കളെ? November 1 ആണല്ലേ. നമുക്കവിടെ കേരളത്തിന്റെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്, ഒരു മാപ്പ് തന്നിട്ടുണ്ട്, കണ്ടോ? അതിൽ ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സും ഉണ്ട്. കേരളത്തിലെ 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ആ 14 ഡിസ്ട്രിക്ട്സും അതിലുണ്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് കേരളപ്പിറവി? കേരളപ്പിറവി ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ട്? ഗ്രൂപ്പ് സോങ്, കാർട്ടൂൺ ഡ്രോയിങ് കോമ്പറ്റീഷൻ, കളറിംഗ് കോമ്പറ്റീഷൻ, എല്ലാ കോമ്പറ്റീഷനും എന്താണ് റിലേറ്റഡ് ടു കേരള ഓർ മലയാളം, കേരളമോ അല്ലെങ്കിൽ മലയാള ഭാഷയുമായിട്ട് റിലേറ്റ് ചെയ്ത കോമ്പറ്റീഷൻസ് എല്ലാം ഉണ്ടാവാറുണ്ട്. കേരളം ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ഡിസ്ട്രിക്ട്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കോൺവീനിയൻസ്. ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് കേരളം ആൻഡ് ഐഡന്റിഫൈ ദ ഡിസ്ട്രിക്ട്സ്. കേരളത്തെ ഭരണം നടത്തുന്നതിന്റെ സുഖപ്രദമായിട്ട് ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് കുറച്ച് ഡിസ്ട്രിക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര ഡിസ്ട്രിക്ട്സ് ആണ്? 14 ഡിസ്ട്രിക്ട്സ് ആണ്. വിച്ച് ഈസ് യുവർ ഡിസ്ട്രിക്ട്സ്? നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. റൈറ്റ് ദ ഡിസ്ട്രിക്ട്സ് ഓഫ് അവർ സ്റ്റേറ്റ് ഇൻ ദ ടേബിൾ ഇൻ ദ കറക്റ്റ് ഓർഡർ. നമ്മളുടെ ഓരോ ഡിസ്ട്രിക്റ്റും കറക്റ്റ് ഓർഡറിൽ ഈ ടേബിളിൽ എഴുതി കൊടുക്കാൻ നോക്കാം നമുക്ക്. കറക്റ്റ് ഓർഡറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയാണ് വരുന്നത് കേട്ടോ. നൗ കോപ്പി ആൻഡ് ഡ്രോ ദ മാപ്പ് ഓഫ് കേരളം ആൻഡ് കളർ യുവർ ഡിസ്ട്രിക്ട്. ഇനി കേരളത്തിന്റെ മാപ്പ് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന് കളർ കൊടുക്കുക. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇനി മാപ്പ് നോക്കിയിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. വിച്ച് ഡിസ്ട്രിക്ട്സ് ഹാവ് സീ ഷോസ്? സീ ഷോസ്, കടൽ തീരങ്ങളുള്ള ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ഡിസ്ട്രിക്ട്സിനാണ് സീ ഷോസ് ഉള്ളത് കേട്ടോ. വിച്ച് ആർ ദ ഡിസ്ട്രിക്ട്സ് ദാറ്റ് അഡ്ജോയിൻ യുവർ ഡിസ്ട്രിക്ട്? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഡിസ്ട്രിക്ട്സ് ഏതൊക്കെയാണ്? അത് ഓരോ കുട്ടികളുടെ ഡിസ്ട്രിക്റ്റിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് മാപ്പിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ച് എഴുതുക. ഡ്രോ എൻ എൻലാർജ് മാപ്പ് ഓഫ് കേരളം. കേരളത്തിന്റെ വലിയൊരു മാപ്പ് വരയ്ക്കുക. പേസ്റ്റ് ഇറ്റ് ഓൺ എ തിക്ക് പേപ്പർ ആൻഡ് കട്ട് അലോങ് ദ ബോർഡർ ലൈൻസ് ഓഫ് ദ ഡിസ്ട്രിക്ട്. എന്നിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിനും എന്ത് ചെയ്യുക? നിങ്ങൾ അതിന്റെ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്യുക. ജംബിൾ ദ പീസസ്. എന്നിട്ട് കട്ട് ചെയ്ത പീസസ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടിക്കുഴയ്ക്കുക. ജോയിൻ ദ പീസസ് ടുഗെദർ ടു റീക്രിയേറ്റ് ദ മാപ്പ് ആസ് ബിഫോർ. എന്നിട്ട് നിങ്ങൾ വീണ്ടും ആ ഓരോ മാപ്പിലെ ഓരോ ഡിസ്ട്രിക്റ്റ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റിന്റെ പേരും അത് ഏതൊക്കെ പ്ലേസിലാണ് വരുന്നത് എന്നും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു വേർഡ് പസിലാണ്. കംപ്ലീറ്റ് ദ പസിൽ. അക്രോസ് ടു റൈറ്റ്. ആദ്യം വലത്തോട്ടേക്കാണ്. 1 സിറ്റുവേറ്റഡ് അറ്റ് വൺ എൻഡ് ഓഫ് കേരളം. കേരളത്തിന്റെ ഒരു അറ്റത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നു. അതേതാണ് മക്കളെ ഡിസ്ട്രിക്റ്റ്? തിരുവനന്തപുരമാണ്. 2 നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരളം. കേരളത്തിന്റെ ഒരു നെയ്ബറിംഗ് സ്റ്റേറ്റ് തമിഴ്നാടാണ്. ഡിസ്ട്രിക്ട് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്. മറ്റു ഡിസ്ട്രിക്റ്റുമായിട്ട് ചുറ്റപ്പെട്ട് കാണപ്പെടുന്ന ഒരു ഡിസ്ട്രിക്ട് കോട്ടയമാണ്. കോട്ടയം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ 4 മലപ്പുറം ആൻഡ് പാലക്കാട് ആർ ദ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്. മലപ്പുറം പാലക്കാടുമാണ് എന്ത്? അയൽ ഡിസ്ട്രിക്ട്, അയൽ ജില്ലകൾ എന്ന് പറയുന്നത്. അത് തൃശ്ശൂരാണ്. ഇനി ഡൗൺവേർഡ്സ് താഴോട്ട് നോക്കാം. 1 നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരളം. കേരളത്തിന്റെ ഒരു നെയ്ബറിംഗ് സ്റ്റേറ്റ് കർണാടകയാണ്. ഹാസ് എ സീഷോ. വയനാട് ആൻഡ് മലപ്പുറം ആർ ദ നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്. സീഷോർ ഉണ്ട്, കടൽ തീരമുണ്ട്. അതുപോലെ വയനാടും മലപ്പുറം ആണെന്ത്? നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്. കോഴിക്കോടാണ് ആൻസർ. ദ ഡിസ്ട്രിക്ട് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് തമിഴ്നാട് ആൻഡ് കർണാടക. തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റൊരു ഡിസ്ട്രിക്ട് ഏതാണ്? അത് ആകെ ഒരു ഡിസ്ട്രിക്റ്റേ ഉള്ളൂ, വയനാടാണ്. ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട്, ഏറ്റവും ചെറിയ ഡിസ്ട്രിക്ട് ഏതാണ്? ആലപ്പുഴയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് കൊല്ലം ആൻഡ് ആലപ്പുഴ ഡിസ്ട്രിക്ട്. കൊല്ലവും ആലപ്പുഴയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഇടുക്കിയാണ്. ദ സീ അഡ്ജസെന്റ് ടു കേരളം. കേരളത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സീ, കടൽ ഏതാണ്? അറേബ്യൻ സീ ആണ്. ഇറ്റ് ലൈസ് അഡ്ജസെന്റ് ടു മലപ്പുറം ആൻഡ് തൃശ്ശൂർ ഡിസ്ട്രിക്ട്. മലപ്പുറത്തിനും തൃശ്ശൂരിനും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഡിസ്ട്രിക്ട് ഏതാണ്? പാലക്കാടാണ്. പിന്നെ 10 സീ ലൈസ് ഓൺ വൺ സൈഡ് ആൻഡ് കർണാടക ഓൺ ദ അതർ സൈഡ്. ഇറ്റ് ഹാസ് 3 നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്. ഒരു ഭാഗത്ത് എന്താണ്? കടലാണ്, മറുഭാഗത്ത് കർണാടക ഡിസ്ട്രിക്ട് ആണ്. ഡിസ്ട്രിക്ട് അല്ല, കർണാടക സ്റ്റേറ്റ് ആണ്. പിന്നെ 3 നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റും ഉണ്ട്. ഏതാണ്? കണ്ണൂരാണ്. ഇനി അപ്വാർഡ്സ് നോക്കാം, മുകളിലേക്കുള്ളത് നോക്കാം. ദിസ് ഈസ് എ നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നൈബറിംഗ് സ്റ്റേറ്റ്, 3 ലെറ്റേഴ്സ് ഉള്ളൂ, ഗോവയാണ്.
10 Malappuram and Palakkad are the nearby district. Neighboring district മലപ്പുറം പാലക്കാടുമാണ്. തൃശ്ശൂരാണ് ആൻസർ. ദ സീ അഡ്ജസെന്റ് ടു കേരളം, കേരളത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കടൽ ഏതാണ്? അറേബ്യൻ സീ ആണ് അല്ലെ, അറബിക്കടലാണ്. ക്രിയേറ്റ് മോർ സച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്ലേ എ ഗെയിം വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളും ഫ്രണ്ട്സോട് എന്ത് ചെയ്യുക, ഗെയിം കളിക്കുക. പ്രിപ്പയർ എ ടേബിൾ അബൌട്ട് യുവർ ഡിസ്ട്രിക്ട് ഇൻക്ലൂഡിംഗ് ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. ഇതാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ഇൻഫർമേഷൻസ് എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ പേര് എഴുതണം, പിന്നെ ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതെന്ന് എഴുതണം, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം, നെയ്ബറിംഗ് ഡിസ്ട്രിക്ട് അയൽ ജില്ലകൾ ഏതൊക്കെയാണെന്ന് എഴുതണം, നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം, ഈസ് ദർ എ സീഷോർ കടൽ തീരം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ഓരോ കുട്ടികളുടെ ഡിസ്ട്രിക്ട് ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് മാം ചെയ്യാത്തത്. നിങ്ങൾ പേഴ്സണലായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, ടോപ്പോഗ്രഫി ഓഫ് കേരള. കേരളത്തിന്റെ ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി. കേരളത്തെ 3 ടോപ്പോഗ്രഫി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹൈ റേഞ്ചസ്, സെക്കൻഡ് മിഡ് ലാൻഡ്സ്, തേർഡ് കോസ്റ്റൽ ഏരിയാസ്. ആർ ഓൾ ദ റീജിയൻസ് ഇൻ കേരളം ദ സെയിം? കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും എല്ലാ റീജിയൻസും ഒരുപോലെയാണോ? നോ, ദർ ആർ മെയിൻലി 3 നാച്ചുറൽ റീജിയൻസ് ഇൻ കേരളം. കേരളത്തിൽ പ്രധാനപ്പെട്ട 3 നാച്ചുറൽ റീജിയൻസ് ആണുള്ളത്. ദ ഏരിയാസ് അഡ്ജസെന്റ് ടു ദ സീ ക്യാൻ ബി കോൾഡ് ദ കോസ്റ്റൽ ഏരിയാസ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെ നമുക്ക് കോസ്റ്റൽ ഏരിയാസ് എന്ന് വിളിക്കാം, തീരപ്രദേശം എന്ന് വിളിക്കാം. ആൻഡ് ദോസ് അഡ്ജസെന്റ് ടു ദ മൗണ്ടെയിൻ ക്യാൻ ബി കോൾഡ് ദ ഹൈ റേഞ്ചസ്. മലയോട് ചേർന്ന് കിടക്കുന്ന മുകൾ ഭാഗത്തെ നമുക്ക് ഹൈ റേഞ്ചസ് എന്ന് വിളിക്കാം, മലനാട് എന്ന് വിളിക്കാം. ദ ഏരിയാസ് ഇൻ ബിറ്റ്വീൻ ദം ആർ കോൾഡ് മിഡ് ലാൻഡ്സ്. ഇനി കോസ്റ്റൽ ഏരിയാസിനും ഹൈ റേഞ്ചസിനും ഇടയിലായിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണുന്ന ഏരിയയെ നമുക്ക് മിഡ് ലാൻഡ്, ഇടനാട് എന്ന് വിളിക്കാം. ഇനി ഇവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. പിക്ചർ കണ്ടോ മക്കളെ? വാട്ട് ഈസ് ദ കൾട്ടിവേഷൻ ഷോൺ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ കാണുന്ന കൾട്ടിവേഷൻ എന്താണ്? ടീ കൾട്ടിവേഷൻ ആണല്ലേ, തേയില കൃഷിയാണ് ആണല്ലോ. ഇൻ വിച്ച് റീജിയൻ സച്ച് എ കൾട്ടിവേഷൻ ഈസ് ഫൗണ്ട്? ഇത് ഏത് റീജിയനിലാണ് ഈ കൾട്ടിവേഷൻ കാണുന്നത്? ഹൈലാൻഡിലും മിഡ്ലാൻഡിലുമാണ് കാണുന്നത്. ഹൈ റേഞ്ചസിലും മിഡ്ലാൻഡിലുമാണ് കാണുന്നത് കേട്ടോ. ആർ ദ സെയിം കൈൻഡ്സ് ഓഫ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് എവ്രിവർ? എല്ലാ പ്രദേശത്തും ഒരേ വിളകളാണോ കൃഷി ചെയ്യുന്നത്? നോ, അല്ല. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താണ്? ഇൻ ഈച്ച് റീജിയൻസ് ദേ കൾട്ടിവേറ്റ് ക്രോപ്സ് സ്യൂട്ടബിൾ ഫോർ ദ ടോപ്പോഗ്രഫി ആൻഡ് ക്ലൈമറ്റ്. ഓരോ പ്രദേശങ്ങളിലും ടോപ്പോഗ്രഫിയും ക്ലൈമറ്റും വ്യത്യസ്തമാണ്, ഡിഫറെൻ്റ് ആണ്. സോ അവിടുത്തെ ടോപ്പോഗ്രഫിക്കും ക്ലൈമറ്റിനും യോജിച്ച രീതിയിലുള്ള ക്രോപ്സ് ആണ് ഓരോ ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നത്. ഇനി അതിന് താഴെ മറ്റൊരു പിക്ചർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഒക്യുപ്പേഷൻ ഷോൺ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ തന്നിട്ടുള്ള ഒക്യുപ്പേഷൻ, ജോബ് എന്താണ്? ഫിഷിംഗ് ആണല്ലേ, മീൻപിടുത്തം, മത്സ്യബന്ധനം എന്നൊക്കെ പറയാം. The occupations in a particular area are connected to the characteristics of that area. ഓരോ പ്രദേശങ്ങളിലുള്ള ഒക്യുപ്പേഷൻസ്, ജോബ് എന്ന് പറയുന്നത് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്സിന് യോജിച്ചിട്ടുള്ളതാണ് കേട്ടോ. സം ഓഫ് ദ ഒക്യുപ്പേഷൻസ് ആർ ഫൗണ്ട് എവ്രിവർ. ചില ഒക്യുപ്പേഷൻസ് നമുക്ക് എല്ലാ റീജിയനിലും കാണാം. സം ഓഫ് ദം ഒക്കർ ഓൺലി ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. ചില ഒക്യുപ്പേഷൻസ് നമുക്ക് കോസ്റ്റൽ ഏരിയാസിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. സം അതർ ഒക്യുപ്പേഷൻസ് ഒക്കർ ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ്ലാൻഡ്സ്. ചില ഒക്യുപ്പേഷൻസ് ഹൈ റേഞ്ചിലും മിഡ്ലാൻഡിലും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. There are occupations connected to the geographical characteristics of each locality. ഓരോ പ്രദേശത്തും അവിടുത്തെ ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ്സ് ആണ് ഉള്ളത്. ആർ ദർ എനി സച്ച് ഒക്യുപ്പേഷൻസ് ഇൻ യുവർ ഏരിയ? അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ ഏരിയയിൽ മാത്രമായിട്ട് കാണുന്ന ഒക്യുപ്പേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ലോങ് സീ ഷോസ്, നല്ല ഒരുപാട് വലിയ സീ ഷോസ്, കടൽ തീരങ്ങളും, ലാർജ് ആൻഡ് സ്മോൾ റിവേഴ്സ്, ചെറുതും വലുതുമായ പുഴകളും, പ്ലെന്റി ഓഫ് ബാക്ക് വാട്ടേഴ്സ്, ഒരുപാട് തടാകങ്ങളും, വാസ്റ്റ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, ഒരുപാട് പാടങ്ങളും, വെറൈറ്റീസ് ഓഫ് ഫോറസ്റ്റ്, വ്യത്യസ്തമായ കാടുകളും, മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് മീഡോസ്, മലകളും പുൽമേടുകളും എല്ലാം ചേർന്നതാണ് എന്ത്? നമ്മളുടെ കേരളം എന്ന് പറയുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് അവർ ലാൻഡ്. നമ്മുടെ ഭൂമി എത്ര മനോഹരിയാണ് അല്ലെ, നമ്മുടെ കേരളം എത്ര ഭംഗിയുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോകം എത്ര ഭംഗിയുള്ളതാണ്. സോ നമ്മുടെ കേരളത്തെ വെറുതെ അല്ല എല്ലാവരും എന്ത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? ഇനി നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് അസസ് ക്വസ്റ്റ്യൻസ് അവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1, സർക്കിൾ ദ കറക്റ്റ് ചോയ്സ്. കറക്റ്റ് ആയിട്ടുള്ളത് സർക്കിൾ ചെയ്ത് കൊടുക്കുക. അവർ നാഷണൽ അനിമൽ എലഫന്റ്, ടൈഗർ, ലയൺ. നമ്മുടെ നാഷണൽ അനിമൽ ഏതാ മക്കളെ? ടൈഗർ ആണല്ലേ. അപ്പൊ ടൈഗർ സർക്കിൾ ചെയ്യുക. 2, the color which is used to denote the sea on the globe. Blue, green, yellow. നമ്മുടെ ഗ്ലോബിൽ സീയെ റെപ്രസെന്റ് ചെയ്യുന്ന കളർ ഏതാണ്? ബ്ലൂ ആണ്. ദ റീജിയൻ വിച്ച് ഇസ് ക്ലോസ് ടു ദ സീ. സീയോട്, കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന റീജിയൻ ഏതാണ്? ഹൈലാൻഡ്, മിഡ്ലാൻഡ്, കോസ്റ്റൽ ഏരിയാസ്. ഏതാണ്? കോസ്റ്റൽ ഏരിയ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ 2, ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്
ടിക്ക് ചെയ്ത് കൊടുക്കാൻ ക്രോസ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 1 ദ സൺ ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു എർത്ത്. എർത്തിനോട് അടുത്ത് കാണപ്പെടുന്ന സ്റ്റാർ ആണ് സണ്ണ്. ശരിയാണ്, ട്രൂ ആണ്. ദ സ്കൈ എക്സിസ്റ്റ് ഓൺലി അബവ് ഹെഡ്. നമ്മളുടെ തലയ്ക്ക് മുകളിൽ മാത്രമേ സ്കൈ ഉള്ളൂ, ആകാശമുള്ളൂ. തെറ്റാണ്, ഫോൾസ് ആണ്. ദ സൺ ആൻഡ് ദ മൂൺ ആർ ഓഫ് ദ സെയിം സൈസ്. സണ്ണും മൂണും ഒരേ സൈസ് ആണ്. തെറ്റാണ്, സണ്ണ് ബിഗ്ഗർ ദാൻ മൂൺ ആണ് അല്ലേ. ദ സീ ഈസ് മോർ ദാൻ ട്വൈസ് ദ ലാൻഡ് ഏരിയ ഓൺ എർത്ത്. നമ്മളുടെ കരഭാഗത്തേക്കാട്ടിലും ഏകദേശം 2 ഇരട്ടിയായിട്ട് കടൽ ഭാഗമുണ്ട്. ട്രൂ ആണ്. ദ സൺ റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത്. എർത്തിന് ചുറ്റും സണ്ണ് റിവോൾവ് ചെയ്യുന്നുണ്ട്, സണ്ണ് കറങ്ങുന്നുണ്ട്. തെറ്റാണ്, ഫോൾസ് ആണ്. എർത്ത് ആണ് സണ്ണിന് ചുറ്റും കറങ്ങുന്നത്. വെൻ ഇറ്റ് ഈസ് നൈറ്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഓൾസോ നൈറ്റ് ഇൻ അമേരിക്ക. ഇന്ത്യയിൽ രാത്രിയാണെങ്കിൽ അമേരിക്കയിലും രാത്രിയായിരിക്കും. തെറ്റാണ്, ഇന്ത്യയിൽ നൈറ്റ് ആണെങ്കിൽ അമേരിക്കയിൽ പകലായിരിക്കും. Question 3. Examine the districts of Kerala on the map and complete the columns. കേരളത്തിലെ മാപ്പ് നോക്കിയിട്ട് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നോക്കൂ, വിത്ത് കോസ്റ്റൽ ഏരിയ. തീരപ്രദേശത്ത് കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ഡിസ്ട്രിക്ട്സ് ആണ്. രണ്ടാമത്തേത് ഷെയറിംഗ് ദ ബോർഡർ വിത്ത് തമിഴ്നാട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട്. ഷെയറിംഗ് ദ ബോർഡർ വിത്ത് കർണാടക. കർണാടകയുമായി ബോർഡർ പങ്കിടുന്ന ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണ്? 2 ഉള്ളൂ, വയനാട് ആൻഡ് കാസർഗോഡ്. വിത്തൗട്ട് സീ കോസ്റ്റ് ആൻഡ് നോട്ട് ഷെയറിംഗ് ദ ബോർഡേഴ്സ് വിത്ത് അതർ സ്റ്റേറ്റ്. കടൽ തീരമില്ല, അതുപോലെ ഏത് സ്റ്റേറ്റുമായിട്ടും ബോർഡർ പങ്കിടുന്നും ഇല്ല. അങ്ങനെയുള്ള ആകെ ഒരു ജില്ലയേ ഉള്ളൂ, ഒരു സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റേ ഉള്ളൂ. ഏതാണ്? കോട്ടയമാണ്. ഇനി ക്വസ്റ്റ്യൻ 4 നോക്കൂ. കളർ ദ ബോക്സസ് ഗിവൺ അഗെയിൻസ്റ്റ് വേരിയസ് ഓക്യുപ്പേഷൻ അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേഷൻ ഗിവൺ ബിലോ. നമുക്ക് താഴെ കുറച്ച് ജോബ്സ് തന്നിട്ടുണ്ട്, ഓക്യുപ്പേഷൻസ് തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ ഏതൊക്കെ പ്രദേശത്താണ് കാണപ്പെടുന്നത് അതിനനുസരിച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കോസ്റ്റൽ ഏരിയാസിൽ മാത്രമാണെങ്കിൽ ബ്ലൂ, ഹൈലാൻഡിലും മിഡ്ലാൻഡിലും മാത്രമാണെങ്കിൽ റെഡ്, എല്ലാ റീജിയൻസിലും കാണുന്നുണ്ടെങ്കിൽ ഗ്രീൻ. അങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നോക്കാം. കാറ്റിൽ ഫാമിങ്, കാലി വളർത്തൽ, അതെവിടെയാ? എല്ലാ പ്രദേശത്തും ഉണ്ട് അല്ലേ, അതുകൊണ്ട് ഗ്രീൻ കൊടുക്കാം. ഫിഷിംഗ് ഫ്രം ദ സീ, കടലിൽ നിന്ന് മീൻ പിടിക്കുന്നത്, അത് കോസ്റ്റൽ ഏരിയാസിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ബ്ലൂ കൊടുക്കാം. വെജിറ്റബിൾ കൾട്ടിവേഷൻ, പച്ചക്കറി കൃഷി എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്, അതുകൊണ്ട് ഗ്രീൻ കൊടുക്കാം. കാർഡമൻ കൾട്ടിവേഷൻ, ഏലം കൃഷി എവിടെയാണ്? ഹൈലാൻഡിലും മിഡ്ലാൻഡിലും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് റെഡ് കൊടുക്കാം. കോഫി കൾട്ടിവേഷൻ, കാപ്പി കൃഷി, അതും ഹൈലാൻഡിലും മിഡ്ലാൻഡിലും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് റെഡ് കൊടുക്കാം. ട്രേഡ്, വ്യാപാരം, അത് എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഗ്രീൻ കൊടുക്കാം. റബ്ബർ കൾട്ടിവേഷനും ഹൈലാൻഡിലും മിഡ്ലാൻഡ്സിലും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് റെഡ് കൊടുക്കാം. ടൈലറിങ്ങും എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഗ്രീൻ കൊടുക്കാം. അപ്പോൾ മക്കളെ, ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ദ വേൾഡ് വി ലിവ് ഇൻ എന്നുള്ള ഈ 7th യൂണിറ്റിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ചാപ്റ്ററും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തൊക്കെയാണ് മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്